തൃശൂർ പൂരം അലങ്കോലമാക്കിയതിലെ അന്വേഷണ റിപ്പോർട്ടിൽ ഐജിക്കും ഡിഐജിക്കും ക്ലീൻ ചിറ്റ് കൊടുത്തിരിക്കുകയാണ്. IG സേതുരാമൻ, DIG അജിത ബീഗം എന്നിവരെക്കുറിച്ച് റിപ്പോർട്ടിൽ പരാമർശമേയില്ല. എല്ലാം കമ്മീഷണറുടെ മാത്രം വീഴ്ച. പോലീസിന് വീഴ്ച സംഭവിച്ചുവെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. എന്നാൽ തുടർ നടപടികൾക്ക് ശുപാർശയുമില്ല. വീഴ്ചയുടെ ഉത്തരവാദി കമ്മീഷണർ മാത്രമാണെന്നും റിപ്പോർട്ടിൽ. കമ്മീഷണർ അങ്കിത് അശോകിനെതിരെ നടപടിയെടുത്തെന്ന് ന്യായീകരണവും റിപ്പോർട്ടിലുണ്ട്. വിവരങ്ങളുമായി റോഷിപാൽ ചേരുന്നു. റോഷിപാൽ, ഈ റിപ്പോർട്ടിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ എല്ലാം കമ്മീഷണറിൽ മാത്രം ഒതുക്കി ഈ പൂരം അലങ്കോലപ്പെട്ടതിന് ഉത്തരവാദിത്വത്തിൽ നിന്ന് കൈയൊഴിയാനാണോ ADGPയും മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെയും ശ്രമം? അരുൺകുമാർ, കഴിഞ്ഞ ദിവസം ADGP സംസ്ഥാന പോലീസ് മേധാവിക്ക് നൽകിയ തൃശൂർ പൂരം അലങ്കോലപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട ആ റിപ്പോർട്ടിലാണ് അവിടെ ഇന്നലെ പുറത്തു വന്ന വിവരങ്ങൾ പോലെ തന്നെയാണ് അന്ന് കമ്മീഷണറായിരുന്ന അങ്കിത് അശോകിൻ്റെ ഉത്തരവാദിത്വം പൂർണ്ണമായും നൽകിയിരിക്കുന്നു. നേരെ മറിച്ച് ആ വീഴ്ച, പോലീസിന് വീഴ്ച സംഭവിച്ചു എന്ന് ചൂണ്ടിക്കാട്ടുമ്പോഴും ആ സ്ഥലത്തുണ്ടായിരുന്ന IGക്കും DIGക്കും ഇതിൽ ഒരു പങ്കാളിത്തവുമില്ല. അവരെക്കുറിച്ച് ഒരു പരാമർശവും റിപ്പോർട്ടില്ല എന്നതാണ് ഏറ്റവും കൗതുകകരമായ കാര്യം. ഒന്ന്, ഈ മുതിർന്ന രണ്ട് ഉദ്യോഗസ്ഥന്മാർ ഇത്രയും വലിയ പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായിട്ടും അവർ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു എന്ന് പോലും ആ റിപ്പോർട്ടിൽ പരാമർശിക്കുന്നില്ല എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. പക്ഷേ ഇതിൻ്റെ ഉത്തരവാദിത്വം, വീഴ്ച സംഭവിച്ചു പോലീസിന്, അതിൻ്റെ ഉത്തരവാദിത്വം സിറ്റി പോലീസ് കമ്മീഷണർ അങ്കിത് അശോകിന് മാത്രം. കാരണം അങ്കിത് അശോക് പരിചയസമ്പത്ത് കുറവാണ്. അതുകൊണ്ട് ഈ അനുനയിപ്പിക്കുന്ന കാര്യത്തിൽ അങ്കിത് അശോകിന് വലിയ വീഴ്ച സംഭവിച്ചു എന്നാണ് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നത്. മാത്രവുമല്ല, ഈ ഒരു വീഴ്ചയുമായി ബന്ധപ്പെട്ട അങ്കിത് അശോകിനെതിരെ സംസ്ഥാന സർക്കാർ നടപടി സ്വീകരിച്ച കാര്യം അത് ന്യായീകരണമായി റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഏതായാലും പോലീസ് മേധാവിക്ക് കൊടുത്ത റിപ്പോർട്ട് ഇന്ന് സംസ്ഥാന സർക്കാരിൻ്റെ കയ്യിലെത്തും, അത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്തും. മുഖ്യമന്ത്രി ഈ റിപ്പോർട്ടിൽ എന്ത് തീരുമാനമെടുക്കും എന്നത് നിർണായകമായിരിക്കും. കാരണം CPI ഒപ്പം തന്നെ പ്രതിപക്ഷവും ഈ വിഷയത്തിൽ എതിർപ്പ് പ്രകടിപ്പിച്ചു കഴിഞ്ഞു. CPI സ്ഥാനാർത്ഥിയായിരുന്ന LDF സ്ഥാനാർത്ഥിയായിരുന്ന VS സുനിൽകുമാർ തന്നെ പരസ്യമായി റിപ്പോർട്ടിലുള്ള കാര്യങ്ങൾക്ക് വിരുദ്ധമായ നിലപാട് സ്വീകരിച്ചു കഴിഞ്ഞു. അതിൽ ബാഹ്യ ഇടപെടൽ ഈ തൃശൂർ പൂരം കലക്കലുമായി ബന്ധപ്പെട്ട് ഉണ്ടെന്ന ആ നിലപാടിൽ CPIയും അന്നത്തെ സ്ഥാനാർത്ഥിയുമായി VS സുനിൽകുമാർ ഉറച്ചു നിൽക്കുന്ന ഒരു സാഹചര്യം. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി ഇതിൽ പുനരാലോചന നടത്തുമോ? ക്രൈംബ്രാഞ്ച് അന്വേഷണം, ജുഡീഷ്യൽ അന്വേഷണം എന്ന പ്രതിപക്ഷത്തിൻ്റെ ആവശ്യം, അല്ലെങ്കിൽ 3 സ്ഥാനാർത്ഥികളുടെയും തൃശ്ശൂരിൽ മത്സരിച്ച 3 സ്ഥാനാർത്ഥികളുടെയും ആവശ്യം സർക്കാർ അംഗീകരിക്കുമോ എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. നിലവിൽ ADGP തന്നെ ഈ റിപ്പോർട്ട് തയ്യാറാക്കുന്നു. ADGPയുടെ സാന്നിധ്യം ആ സ്ഥലത്ത് ഉണ്ടായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. റോഷിപാൽ, അത് തന്നെയാണ് ഇപ്പോൾ ADGPക്കെതിരെ ഉയർന്നിരിക്കുന്ന ആരോപണത്തിൻ്റെ ഒരു കുന്തമുനയും. ആ സംഭവ ദിവസം ADGP തൃശ്ശൂരിലുണ്ടായിരുന്നു. അന്ന് പുലർച്ചെയാണ് അദ്ദേഹം മൂകാംബികയ്ക്ക് പോകുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. അതായത് ഈ സംഭവം നടക്കുന്ന അർദ്ധരാത്രിയിൽ ADGPയുടെ സാന്നിധ്യം തൃശ്ശൂർ നഗരത്തിലുണ്ട്. IG സേതുരാമനുണ്ട്, DIG അജിത ബീഗം അടക്കമുള്ളവരും തൃശ്ശൂർ നഗരത്തിലുണ്ട്. അപ്പോൾ ഒരു കമ്മീഷണർ മാത്രം വിചാരിച്ചാൽ ഒരു പൂരം അലങ്കോലമാകുമോ എന്ന ചോദ്യം വളരെ പ്രസക്തമല്ലേ? അരുൺകുമാർ, ഈ ചോദ്യമാണ് 3 സ്ഥാനാർത്ഥികൾ, പ്രധാനമായും UDFൻ്റെയും അല്ലെങ്കിൽ LDFൻ്റെയും സ്ഥാനാർത്ഥികൾ ഉന്നയിക്കുന്നത്. CPIയും അതേ ചോദ്യം. കാരണം ADGPയുടെ സാന്നിധ്യത്തിലെ ദുരൂഹത PV അൻവർ തന്നെ ഉന്നയിച്ചു കഴിഞ്ഞ ആരോപണത്തിന് ശേഷമാണ് ഇത് വലിയ ചർച്ചയാകുന്നത്. ഏതായാലും ഈ കമ്മീഷണർക്ക് മാത്രം, അതും പരിചയസമ്പത്തില്ലെന്ന് പോലീസ് തന്നെ അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്ന ഈ കമ്മീഷണർക്ക് മാത്രം എങ്ങനെ ഒരു പ്രശ്നവുമില്ലാതിരുന്ന ആ തൃശ്ശൂർ പൂര നഗരിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ കഴിയും എന്ന ചോദ്യമാണുള്ളത്. ഏതായാലും ഈ ഇഷ്യൂ ഉണ്ടാകുമ്പോൾ, വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ, അല്ലെങ്കിൽ കമ്മീഷണർക്ക് അത് കൃത്യമായി പരിഹരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ, കമ്മീഷണർ കയ്യിൽ ഒതുങ്ങുന്നതല്ല പ്രശ്നമെന്ന് മനസ്സിലാക്കിയാൽ അവരുടെ മേലുദ്യോഗസ്ഥന്മാർ, സ്ഥലത്തുണ്ടായിരുന്ന DIG അജിത ബീഗം അല്ലെങ്കിൽ IG സേതുരാമൻ ഉൾപ്പെടെ ഇടപെടേണ്ടതാണ്. എന്തുകൊണ്ട് അവർ ഇടപെട്ടില്ല? അത് റിപ്പോർട്ടിലാണ് ഇടപെട്ടില്ല, അല്ലെങ്കിൽ അവരുടെ പേര് അവരെന്തു ചെയ്തു എന്ന് പരാമർശിക്കാത്തത്. അങ്ങനെയെങ്കിൽ എന്തുകൊണ്ടാണ് അവർ ഇടപെടാതിരുന്നത്, അല്ലെങ്കിൽ അവരെക്കുറിച്ച് എന്തുകൊണ്ട് റിപ്പോർട്ടിൽ പരാമർശിക്കുന്നില്ല എന്ന ചോദ്യമുണ്ട്. ADGPയുടെ സാന്നിധ്യം, അല്ലെങ്കിൽ ADGP അവിടെ തലേന്ന് വരെ ഉണ്ടായിരുന്നു, പുലർച്ചെ ഉണ്ടായിരുന്നു. പക്ഷേ ADGPയുടെ ഇടപെടൽ ഉണ്ടായില്ല, അല്ലെങ്കിൽ ADGPയുടെ സാന്നിധ്യവുമായി ബന്ധപ്പെട്ട ആ ഒരു വിവാദത്തിനുള്ള ഉത്തരവും റിപ്പോർട്ടില്ല. ഏതായാലും അത്തരമൊരു റിപ്പോർട്ടിൽ പ്രതീക്ഷിക്കുന്നില്ല അത്തരം പരാമർശങ്ങൾ. പക്ഷേ ഇതിൽ ജുഡീഷ്യൽ അന്വേഷണം എന്ന ആവശ്യം ശക്തമാകുമ്പോൾ ഇനി മുഖ്യമന്ത്രി സ്വീകരിക്കുന്ന നിലപാടാണ് നിർണായകം. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. മുഖ്യമന്ത്രിയുടെ കയ്യിൽ ഈ റിപ്പോർട്ട് എത്തുന്നത് ഇന്നായിരിക്കും. ഇന്നലെ ഹോം സെക്രട്ടറി അവധിയായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഇന്ന് മുഖ്യമന്ത്രിയുടെ കയ്യിൽ റിപ്പോർട്ട് എത്തുമ്പോൾ ആ മൊത്തം റിപ്പോർട്ടിൻ്റെ സമഗ്ര രൂപം, അതിൻ്റെ സംക്ഷിപ്ത രൂപമായിരിക്കും മുഖ്യമന്ത്രി പരിശോധിക്കുക.